ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എന്താ ഒരു ചൂടില്ല, ഈ ചൂട്ടത്ത് നമുക്ക് ഭയങ്കര ദാഹമാണ്, അതുപോലെ ഭയങ്കര ക്ഷീണമാണ്. നോമ്പെടുത്തവർക്കൊക്കെ ആണെങ്കിൽ ദാഹവും ക്ഷീണവും വിശപ്പും ഒക്കെ കൂടി ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒറ്റയടിക്ക് മാറ്റാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി വെറൈറ്റി ഡ്രിങ്ക് ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവില്ല ഈ ഒരു തണ്ണിമത്തൻ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് നമ്മളൊരു മീഡിയം വലിപ്പത്തിലുള്ള തണ്ണിമത്തൻ്റെ പകുതി ഭാഗമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഈ തണ്ണിമത്തനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ തണ്ണിമത്തൻ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ചെറിയ പീസുകളായിട്ട് കൊത്തി കൊത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ രണ്ട് തരത്തിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരെണ്ണം നമ്മൾ ഈ കുരുക്കളോട് കൂടി തന്നെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കുരുക്കളുണ്ട്. പിന്നെ ഒരെണ്ണം നമ്മൾ ഒട്ടും കുരുല്ലാതെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുരുല്ലാത്ത ഭാഗം മാത്രം എടുത്തിട്ട് ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയും കട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഇത് കുരുവോട് കൂടി ആയി കഴിഞ്ഞാൽ നമുക്കിത് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുരുല്ലാതെ കുറച്ച് മാറ്റി വെക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കുരുവോട് കൂടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തണ്ണിമത്തൻ്റെ പീസുകൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ കുരു മാറ്റിയിട്ട് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. നമുക്കിത് കഴിക്കുമ്പോൾ ആ കുരു തുപ്പിക്കളയേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ഒട്ടും കുരു ഇല്ലെങ്കിൽ നമുക്കിത് കഴിക്കാനായിട്ട് കുറച്ചും കൂടി നല്ലൊരു എന്താ പറയുക രസമായിരിക്കും. കുരു ഉണ്ടാകുമ്പോൾ നമുക്കതൊരു ഡിസ്റ്റർബൻസ് ആണ് കുരു ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ. അപ്പോൾ അത് കുരുല്ലാതെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കുരുള്ള പീസ് കട്ട് ചെയ്തത് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുരുല്ലാതെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ തണ്ണിമത്തൻ്റെ പീസുകൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ ജ്യൂസ് ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് നമ്മളെ തണ്ണിമത്തൻ്റെ പീസുകൾ കംപ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കുരുല്ലാതെ സെപ്പറേറ്റ് ആക്കി തന്നെ എടുക്കണം കേട്ടോ. കുരോട് കൂടി നമുക്ക് അടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ കുരു ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അരിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതിന് നിൽക്കേണ്ട, കുരുല്ലാതെ തന്നെ കട്ട് ചെയ്തിട്ട് കുറച്ച് പീസുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ തന്നെ അടിച്ചെടുക്കുകയാണ്. പഞ്ചസാരയും തണ്ണിമത്തനും മാത്രം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മളിതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ തണ്ണിമത്തൻ്റെ പീസിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടിട്ട് നല്ല പോലെ അരഞ്ഞ് വന്നിട്ടുണ്ട്. ഒട്ടും തരികളൊന്നുമില്ല. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് നല്ല തണുത്ത പാലാണ് കേട്ടോ. അപ്പോൾ പാല് നല്ല തണുത്ത തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കേണ്ടി വരും. ഇതിന് നല്ലൊരു തണവ് ഉണ്ടായാലാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നല്ല തണുത്ത പാൽ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. പക്ഷേ ഞാനിതിനെ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കൂട്ടാനായിട്ട് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ഡ്രിങ്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ വാനില എസൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് വാനില ഐസ്ക്രീമാണ്. അപ്പോൾ ഐസ്ക്രീമും ഈ എസൻസും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്താൽ കൂടുതൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നമ്മൾ ഒരു 2 തവി ഐസ്ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഐസ്ക്രീമിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ഒരു സ്മെല്ലും ആ ടേസ്റ്റും കൂടി ആകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ വാനില എസൻസും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത്. പിന്നെ നമ്മളിതിലേക്ക് അടുത്തതായിട്ട് കുറച്ച് കസ്കസ് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കസ്കസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം കസ്കസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കാണാനും നല്ലൊരു ലുക്കൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം നല്ല പോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഐസ്ക്രീമൊക്കെ ഇതിലിട്ട് ഇളക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഇതിൽ മെൽറ്റ് ആയിക്കോളും. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതിട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ തണ്ണിമത്തൻ്റെ സീസണൊക്കെയാണ്, നോമ്പാണ്, അതുപോലെ നല്ല വെയിലാണ്, നല്ല ക്ഷീണമൊക്കെ ഉണ്ടാവും, നല്ല ദാഹമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ദാഹത്തിനും അതുപോലെ തന്നെ നമ്മൾ വിശപ്പിനൊക്കെ ഒരു ആശ്വാസം കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട കേട്ടോ. തണ്ണിമത്തൻ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഇപ്പം തന്നെ തയ്യാറാക്കി നോക്കിക്കോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടാണ്, ദാഹവും വിശപ്പൊക്കെ ഒരുപോലെ മാറ്റുന്ന അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല ടേസ്റ്റിയും
വെറൈറ്റിയും ഹെൽത്തിയുമായിട്ടുള്ള അടിപൊളി റെസിപ്പികളും ടിപ്സുകളും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് നിന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്